ഇപ്പൊ ഈ മാഡം ഇവിടെ ഉള്ള മാഡം യൂസ് ചെയ്യുന്ന അതേ സാധനം തന്നെയാണ് ഈ പെൺകൊച്ചും ഉപയോഗിക്കുന്നത്. അതില് ഈ ഇവർക്ക് എന്താണ് പ്രശ്നം എന്നുള്ളത്, ഇത് സത്യവിരുദ്ധമാണ് എന്നുള്ളത് യാഥാർത്ഥ്യമായ കാര്യമാണ്. എനിവേ വി വിൽ ഫോളോ മാനേജ്മെന്റ് റെസ്പെക്റ്റീവ് റൂൾസ് ആൻഡ് റെഗുലേഷൻ. ഹിജാബ് വിവാദത്തിൽ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയെ തള്ളിയും യൂണിഫോമിൽ വിട്ടുവീഴ്ചയില്ലെന്ന് വ്യക്തമാക്കിയും എറണാകുളം പള്ളുരുത്തിയിലെ സെന്റ് റീത്താസ് പബ്ലിക് സ്കൂൾ അധികൃതർ. അങ്ങനെ ഹിജാബ് വിവാദം കോടതിയിലേക്ക്. യൂണിഫോമിൽ വിട്ടുവീഴ്ച ചെയ്യാനാകില്ലെന്ന് സ്കൂൾ പ്രിൻസിപ്പൽ. കഴിഞ്ഞ ദിവസമായിരുന്നു സംഭവം. കുട്ടിയുടെ പിതാവ് ഷെയർ ചെയ്ത ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിലൂടെ വൈറലായതിനു പിന്നാലെയാണ് സംഭവം വഷളായത്. എന്നാൽ അതിനു പിന്നാലെ സ്കൂൾ അടയ്ക്കേണ്ടിയും വന്നു. പോലീസുകാർ കാവൽ നിൽക്കേണ്ട സ്ഥിതിയാണിപ്പോൾ. രാഷ്ട്രീയ പാർട്ടികൾ കിട്ടിയ അവസരം മുതലെടുത്തു. സത്യത്തിൽ എന്താണ് സംഭവം? കുട്ടി തട്ടമിട്ടതാണെങ്കിൽ ആർക്കാണ് ഇവിടെ പ്രശ്നം? ശിരോവസ്ത്രം ധരിച്ച് നിരവധി കുട്ടികളുടെ ഫോട്ടോ സഹിതം കാണാനിടയായി. നിരവധി ചർച്ചകളാണ് ഇതുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ. മുസ്ലിം കുട്ടികൾക്ക് മാത്രമാണോ പ്രശ്നം? ശിരോവസ്ത്രം ധരിച്ചാൽ കുഴപ്പമില്ലേ? എന്നാൽ വിദ്യാഭ്യാസ മന്ത്രി രണ്ടു പക്ഷവും പറയുന്നുണ്ട്. സത്യത്തിൽ ആരുടെ ഭാഗത്താണ് തെറ്റ്? ആര് പറയുന്നതാണ് വിശ്വസിക്കേണ്ടത്? കുട്ടി എന്തായാലും ഇതുവരെ സ്കൂളിൽ വന്നിട്ടില്ല. ഹിജാബ് ധരിക്കാതെ എത്താമെന്ന് കുട്ടിയുടെ സമ്മതപത്രം കിട്ടിയാൽ തുടരാമെന്ന നിലപാടാണ് സ്കൂൾ മാനേജ്മെന്റിന്. മാനേജ്മെന്റ് തീരുമാനം അംഗീകരിക്കുമെന്നാണ് നേരത്തെ പിതാവ് പറഞ്ഞത്. എന്നാൽ ആലോചിച്ച് അറിയിക്കാമെന്ന നിലപാടാണിപ്പോൾ. എന്തൊക്കെയാണെങ്കിലും സ്കൂൾ യൂണിഫോം എല്ലാവർക്കും ബാധകമാണ്. തട്ടമിടുന്നതിൽ എന്താണ് കുഴപ്പം? എന്നാൽ മുഖം മറയ്ക്കുന്നത് ശരിയുമല്ല. ഹിജാബ് ധരിക്കുന്നതും തെറ്റ് തന്നെയാണ്. ശിരോവസ്ത്രം ധരിക്കുന്നത് അംഗീകരിക്കാനാകുമോ? ഈ വിഷയത്തിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം? നിങ്ങളുടെ വിലയേറിയ കമന്റുകൾ രേഖപ്പെടുത്തുക.